വയനാട്ടിലെ മേപ്പാടി മുണ്ടക്കയിലും ചുരൽമലയിലും വൻ ഉരുൾപൊട്ടലിന്റെ ഭാഗമുണ്ടായ ഗുരുതരമായ ദുരന്തവും രക്ഷാപ്രവർത്തനവും പാർലമെന്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കേരള എംപിമാർ. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷം പ്രതിഷേധം തന്നെ നടത്തി. ശൂന്യവേളയിൽ പരിഗണിക്കാമെന്ന് സ്പീക്കർ മറുപടി നൽകിയതോടെ കേരള എംപിമാർ പാർലമെന്റിൽ ബഹളം വെക്കുകയായിരുന്നു. പ്രതിരോധ മന്ത്രി കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി കാര്യങ്ങൾ സഭയിൽ വിവരിക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പി സന്തോഷ് കുമാർ, പി അബ്ദുൾ വഹാബ് തുടങ്ങിയവരാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കേന്ദ്രത്തോട് കൂടുതൽ സഹായം ആവശ്യപ്പെട്ടതായി കെ രാധാകൃഷ്ണൻ എംപി പറഞ്ഞു. എംപിമാർ ദുരന്തമുഖത്തേക്ക് പോകുമെന്ന് ഷാഫി പറമ്പിലും അറിയിച്ചു. ആരൊക്കെ പോകണമെന്ന് ഉടൻ തന്നെ തീരുമാനിക്കും. പാർലമെന്റിൽ വിഷയം അവതരിപ്പിക്കുമെന്നും എംപി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചു. കേന്ദ്രത്തിൽ നിന്ന് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചു. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനൊപ്പം പരിക്കേറ്റവർക്കായി പ്രാർത്ഥിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി രാവിലെ മുതൽ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അറിയിച്ചു. എല്ലാ കേന്ദ്ര സേനകളോടും ഇടപെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്രം ചെയ്യും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തന്നെ വിളിച്ച് സംസാരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. ആളുകൾക്ക് കൃത്യമായി അവിടെ എത്തിച്ചേരാനുള്ള പ്രയാസമുണ്ട്. എല്ലാ സന്നാഹങ്ങളും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യോമസേനയുടെ അടക്കം സഹായമുണ്ടാകും. ഫലപ്രദമായി കാര്യങ്ങൾ നീക്കം നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിളിച്ചിരുന്നു. എല്ലാ സഹായങ്ങളും ഇരുവരും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം വയനാട്ടിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ അടിയന്തര ഇടപെടലുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തിയതും ശ്രദ്ധേയമായി. രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി കേരളത്തിന് 5 കോടി രൂപ നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ടീമിനെയും വയനാട്ടിലേക്ക് അയക്കുമെന്നും സ്റ്റാലിൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സ്റ്റാലിൻ ഫോണിൽ സംസാരിച്ചു. ഒറ്റക്കെട്ടായി ഈ പ്രതിസന്ധി തരണം ചെയ്യുമെന്നും ഉരുൾപൊട്ടൽ ദുരന്തം ബാധിക്കപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദുഃഖത്തിൽ തമിഴ്നാട് പങ്കുചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഒറ്റ രാത്രി കൊണ്ട് ഒരു ഗ്രാമം തന്നെ ഇല്ലാതായതിന്റെ ഞെട്ടലിലാണ് വയനാട്ടുകാർ ഇപ്പോഴും. ജില്ലയിലെ ഉൾപ്രദേശമായ മുണ്ടക്കയിലാണ് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ദുരന്തം വിതച്ച് വൻ ഉരുൾപൊട്ടലുണ്ടായത്. ഉറങ്ങിക്കിടക്കുകയായിരുന്ന പലരും കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുൻപേ പലരും വെള്ളത്തിലും ചെളിയിലും മുങ്ങി. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മുണ്ടക്കയിലെ വൻ ദുരന്തത്തിന്റെ വ്യാപ്തി പുറം ലോകമറിയുന്നത്. നേരം വെളുത്തപ്പോൾ മുണ്ടക്കൈ എന്ന പ്രദേശം തീർത്തും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. 400-ലേറെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഗ്രാമം തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. നേരം ഇരുട്ടി വെളുത്തപ്പോൾ പല വീടുകളും തകർന്നു തരിപ്പണമായ നിലയിൽ. പ്രദേശത്തെ പല കുടുംബങ്ങളെയും ഇപ്പോഴും കാണാനില്ലെന്നും ഇവരെ ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. മുണ്ടക്കൈ എന്ന ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന പാലം പൂർണ്ണമായും തകർന്നതോടെ ഗ്രാമത്തിലെത്തിപ്പെടുന്നത് ഇപ്പോഴും വെല്ലുവിളിയായി തുടരുകയാണ്. ഇതിനൊപ്പം മലവെള്ളപ്പാച്ചിലും മഴയും തുടരുന്നതും രക്ഷാദൗത്യം ദുഷ്കരമാക്കുന്നുണ്ട്. ഒട്ടേറെ കുടുംബങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്.